ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. അതെനിക്ക് സമ്മാനിച്ച ടിസ്റ്റിനോടും 24 ചാനലിനോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയാം. എനിക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതായത് രമണ ഈ +2 നല്ല വിജയശതമാനത്തോടു കൂടി പാസ്സായ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. ഇത് മലപ്പുറത്ത് വെച്ചാണ് ഇവർ പരിപാടി നടത്തുന്നത്. അതുകൂടാണ്ട് കാലിക്കറ്റിലും തൃശ്ശൂരിലും എറണാകുളത്തൊക്കെ ഇവർ പരിപാടി വെക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം പോയ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ഒരു ചിത്ര കുട്ടികളൊന്നും കാണില്ല. പിന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. 60% മുകളിലും 100% വരെയുള്ള കുട്ടികളാണ് ഇവർ വിളിക്കുന്നത്. നമ്മളിവിടെ എത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു 9 ആ സമയമായിരുന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വെക്കുമ്പോഴാണ് നമുക്ക് ഇനി ഇങ്ങനത്തെ മാർക്കൊക്കെ വാങ്ങണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പ്രചോദനമൊക്കെ വരിക. നമുക്ക് കിട്ടുന്ന ചെറുതായാലും വലുതായാലും ഒരു സമ്മാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എഫേർട്ടിന് കിട്ടുന്നതാകുമ്പോൾ അതിലുപരി സന്തോഷം വേറെ ഒന്നുമില്ല. ഒരു മാർക്കിനുള്ള വാല്യൂ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുക ഇങ്ങനെയുള്ള പരിപാടിയിലേക്കൊക്കെ വരും. ഇനി SSLC ആയാലും +2 ആയാലും എഴുതാൻ പോകുന്ന കുട്ടികളുടെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പോഴേ നിങ്ങൾ എഫേർട്ട് ഇട്ടാലും നിങ്ങൾക്ക് ആ സമയമാകുമ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും. പഠിച്ചോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ദൈവം നിങ്ങൾക്ക് കൊണ്ടുതരും. ഇതിന്റെ ഉള്ളിൽ കയറിയ സമയത്താണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് ആണെങ്കിലും ഡെക്കറേഷൻ ആണെങ്കിലും ഓൾ ഓവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പരിപാടി നടക്കുന്നത് ജൂൺ 1-നാണ്. ജൂൺ 2-ന് കാലിക്കറ്റിലും അതേപോലെ ജൂൺ 3-ന് കണ്ണൂരിലും വെച്ച് നടക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ എല്ലാ 60% മുകളിലും 100% വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന ഒരു പരിപാടിയാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗസ്റ്റുകളെ കാണാൻ പറ്റി. അവിടെ വെച്ച് നമ്മൾ ടിവിയിൽ മാത്രം കാണുന്ന ഡോക്ടർ GS പ്രദീപ് സാറിനെ കണ്ടു. സാറിന്റെ സ്പീച്ച് കേട്ട് ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് കുറേ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ പാടെ നമുക്ക് സമ്മാനദാന ചടങ്ങിലോട്ട് കടന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്.